ഹലോ, ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനായിട്ട് ഇതാ ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് തൈര് കൂടെ, പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ റവയും തൈരൊക്കെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സബോള കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി സബോള വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ചിക്കൻ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ഇതാ ചിക്കൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സിലേക്ക് പൊടിച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് അല്പം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നേരത്തെ ചേർത്തതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി അതിന് മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്സ് കൂടെ വെച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി മുഴുവനായും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇതിൽ ഈ മാവിൽ തയ്യാറാക്കുന്ന സമയത്ത് സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഞാനിപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതാ അടുത്തതും ഇതുപോലെ തന്നെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. 2 ഭാഗവും വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും റവയും വെച്ചുള്ള അടിപൊളി പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.